ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നേ ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അരുവിക്കൽ വെള്ളച്ചാട്ടം കാണാനായിട്ട് പോവുകയാണ്. ഇവിടെ വർഷങ്ങളായിട്ടുള്ള വെള്ളച്ചാട്ടമാണ് ഇത്. അപ്പം ഇപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞ് ഭയങ്കര രസമാണ് ഇവിടുത്തെ വെള്ളച്ചാട്ടം. ഇപ്പോഴാണ് ഒത്തിരി വെള്ളമൊക്കെ ആയത്. അപ്പം ഞാനൊന്ന് ഇവിടെ നിന്ന് ഇറങ്ങി ഒന്ന് വരുവാണ് ഇങ്ങോട്ട്. അപ്പം എന്താ പറയുക, നമ്മുടെ നാട്ടിലുള്ള വെള്ളച്ചാട്ടം നമ്മൾ മനുഷ്യനൊന്നും കണ്ടില്ലെങ്കിൽ എന്താ പറയുക. അപ്പോൾ ഈ മനോഹരമായ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ റാന്നി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മല്ലപ്പള്ളി റൂട്ടിൽ ഒരു 5 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ അരുവിക്കൽ ജംഗ്ഷനിലാണ് നമ്മുടെ ഈ മനോഹരമായ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന. ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കുഞ്ഞൊരു സിറ്റിയാണ്, 2-3 കടകളുമൊക്കെ ആയിട്ട്. അപ്പം കാണാൻ വൺ ഡേ ട്രിപ്പൊക്കെ വരുന്നവർ വന്ന് വലിയ അപകടങ്ങളൊന്നുമില്ലാതെ കാണാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ്. അപ്പം ഞാൻ ഇതിലെ റോഡിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ നമ്മൾ വർഷങ്ങളായിട്ട് നമുക്കിതൊന്ന് ഇറങ്ങി കാണാനോ അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് ഒത്തുവന്ന ആ ഒരു സാഹചര്യം. അങ്ങനെ ഞാനും അതിറങ്ങിയിട്ട് ഭയങ്കര കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒന്ന് ഇറങ്ങി കാണണമെന്നുള്ളത്. പക്ഷേ നമ്മൾ ഇറങ്ങി വരുന്ന വഴി ഇച്ചിരി സൂക്ഷിക്കണം. ഇച്ചിരി വണ്ണമുള്ളവരും പ്രായമുള്ളവരും ഒക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് കഷ്ടി നടന്നു പോരാൻ പറ്റുന്ന ഒരു വഴിയാണ്. നമ്മൾ വടിയൊക്കെ കുത്തിപ്പിടിച്ച് വേണം ഇറങ്ങി വരാൻ. അത്രയും ഇറക്കത്തിലേക്കുള്ള കുഴിക്കകത്തോട്ടുള്ള വഴിയാണ് ഇറങ്ങി വരാനായിട്ട്. അത്രയും ഒരു പ്രശ്നം മാത്രമേ. പക്ഷേ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നല്ലൊരു ആംബിയൻസാണ് കാണാനായിട്ട്. നല്ല അടിപൊളി ഒരു എന്താ പറയുന്നത്, പ്രകൃതി രമണീയമായൊരു കാഴ്ചയാണ് കാണാനായിട്ട്. പിന്നെ ഇപ്പം നമ്മളിവിടെ സ്ഥിരം ഈ ചുറ്റുവട്ടത്ത് താമസിക്കുന്നവർക്കൊന്നും അത്രയും ഇത് തോന്നിയില്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്നൊക്കെ വന്ന് കാണുമ്പോൾ നല്ലൊരു എന്താ പറയുക, നല്ലൊരു തണുത്ത കാലാവസ്ഥയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ മേളുവശത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് ഈ താഴോട്ട് ഒഴുകി വരുന്നത്. അപ്പോൾ ഈ വെള്ളം ഇവിടെ ഉള്ളത് ഒരു നവംബർ ഡിസംബർ മാസം ജനുവരി ആകുമ്പോഴത്തേക്ക് നല്ലപോലെ ഇത് വറ്റിപ്പോകുന്ന ഒരു വെള്ളച്ചാട്ടം കേട്ടോ. പിന്നെ മഴക്കാലമാണ്, പിന്നെ ഇത് വീണ്ടും തുടങ്ങണേ. പിന്നെ ഇവിടുത്തെ ഈ അരുവിക്കൽ ജംഗ്ഷനിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ 3 പള്ളികൾ, ഓർത്തഡോക്സ് പള്ളി, CSI പള്ളി, കത്തോലിക്ക പള്ളി, അങ്ങനെ ഒരു ഭയങ്കര ഒരു ചുറ്റളവിൽ തന്നെ ഇത്രയും 3 പള്ളികളൊക്കെ ഉള്ള ഒരു നല്ലൊരു പ്രദേശമൊക്കെയാണ്. അടിപൊളി കാഴ്ചയാണ്, നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട്. ഞങ്ങൾ കാഴ്ചയൊക്കെ കണ്ട് നമുക്ക് മുകളിലേക്കൊന്ന് കയറാവേ. നമ്മൾ കാഴ്ചയൊക്കെ കണ്ടിട്ട് തിരിച്ച് കയറി പോവാം കേട്ടോ. ഇത് എങ്ങനെ നമ്മൾ ഇവിടെ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് കയറി പോവുകയാണ്. എപ്പോഴാണ് ഉരുണ്ട് വീഴുന്നതെന്ന് മാത്രം അറിയത്തില്ല. അത്ര ഒരു വലിയ ഇതിനകത്താണ്. ഭയങ്കര ഒരു കുഞ്ഞ് കൈവഴി മാത്രമേ ഉള്ളൂ കേട്ടോ. എൻ്റെ സെക്യൂരിറ്റി പുറകെ വരുന്നുണ്ട്, വീണ് കഴിഞ്ഞാൽ പിടിക്കാമല്ലോ എന്നും പറഞ്ഞുണ്ട്. എൻ്റെ പിന്നെ അയ്യോ, ഇതൊരു ഭയങ്കര വഴിയാട്ടോ. ഇതിലേക്ക് ഇറങ്ങി പോകണമെങ്കിൽ കാണാൻ വരുന്നവർക്ക് വല്ല സൂട്ട്സൊക്കെ വന്നെങ്കിൽ കാഴ്ചയൊക്കെ നടക്കുള്ളൂ. അല്ലെങ്കിൽ ഒറ്റ ചാടന താഴെ പോയി കിടക്കും വീണിട്ട്. അപ്പോൾ നമുക്കിനി മേളിൽ നിന്നുള്ള ഇതിൻ്റെ കാഴ്ച ഒന്ന് കാണാവേ. ഇതുപോലത്തെ ഒരു കുഞ്ഞ് കൈവഴിയാട്ടോ ഇത് കയറി വരാനായിട്ട്. ഇത് നമ്മുടെ അരുവിക്കൽ ജംഗ്ഷനായത്. ആ കാണുന്നതാണ് നമ്മുടെ പള്ളി. അപ്പോൾ ഇതാണ് നമ്മുടെ വെള്ളത്തിൻ്റെ വഴിയിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. കണ്ടോ, ഇത്രയും താഴെയാണ്. ഇറങ്ങിപ്പോകാനുള്ള വഴി നോക്കി, എന്നാ ചെറിയ വഴിയാന്ന് നോക്കി. അതിൻ്റെ മേളുവശത്തേക്കൊന്നും നമുക്ക് കയറി പോകത്തില്ല, കാട് കാരണം. അപ്പോൾ ഇതെങ്ങനെ ഭയങ്കര ഇവിടെയൊക്കെ റോജാനൊക്കെ ഇവിടെ ചെറുപ്പത്തിൽ ഇവിടെയായിരുന്നു കുളിക്കാനൊക്കെ വരുന്ന അവരുടെ കുളിക്കുന്നതൊക്കെ സ്ഥലമായിരുന്നാണ് പറയുന്നത്. നല്ല കാഴ്ച ഇതുണ്ട്. അതിനപ്പുറത്തേക്ക് നോക്കി, എനിക്കൊന്ന് പന്നിയൊന്നും ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. നല്ല കപ്പത്തോട്ടവും കപ്പ കൃഷിയും. പിന്നെ ഇതിൻ്റെ മേളുവശമാണ് നമ്മുടെ ഇവിടുത്തെ സെമിത്തേരി, നമ്മുടെ പള്ളിയുടെ സെമിത്തേരിയൊക്കെ ഇതിൻ്റെ മേളുവശമാണ് കേട്ടോ വരുന്നതൊക്കെ. അപ്പം ഇതുണ്ട്, നല്ല അടിപൊളി കാഴ്ചയല്ലേ ഇത് കാണുക എന്ന് പറയും. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കാണുന്നതാണ് നമ്മുടെ കളമ്പാല സെൻ്റ് ആനീസ് പള്ളി. അപ്പം നമ്മളിവിടെയാണ് പള്ളി വരുന്നത്. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ നമ്മുടെ തറവാടുമൊക്കെ പോകാനായിട്ട്. ഇവിടെ ഈ പള്ളിയിലാണ് നമ്മൾ പപ്പായ മമ്മിയൊക്കെ അടക്കിയത്. അതുകൊണ്ടാണ് നമ്മളിവിടെ വരുന്നത്. നമ്മുടെ ഇടവപ്പള്ളി ഇതൊന്നും അല്ല, അത്ര കുടുംബപ്പള്ളിയാണിത്. അപ്പം ഇത് ഈ അരുവിക്കൽ ജംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വൃന്ദാവനത്തിന് പോകാനോ നെല്ലിക്കമണ്ണിന് പോകാനോ റാന്നിക്ക് പോകാനോ മല്ലപ്പള്ളിക്ക് പോകാനോ ഒക്കെ എളുപ്പമാണ്. പിള്ളേർക്ക് സൺഡേ സ്കൂൾ പരീക്ഷയായിരുന്നു. പിള്ളേരെ നമ്മൾ കയറ്റി വിട്ടിട്ട് നമ്മളിത്
വീഡിയോ ഒക്കെ പിടിച്ച് നമ്മളിത് അങ്ങനെ അവരെ പള്ളിയിൽ ചെന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു. പരീക്ഷയായിരുന്നു സൺഡേ സ്കൂളിൻ്റെ, അതൊക്കെ കഴിഞ്ഞു. അപ്പം പരീക്ഷയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു, മാർക്ക്. അപ്പം ഓരോ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരവൊക്കെ പറഞ്ഞു. നമ്മുടെ 2 പേർക്കും ചോദ്യമായിരുന്നു, നല്ലപോലെ എഴുതി എന്നൊക്കെ പറഞ്ഞു. നമുക്കറിയില്ല എങ്ങനെയാണ്. അപ്പം ഞങ്ങൾ റിച്ചുക്കുട്ടനെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ പോരുവാണ്. അപ്പം നമ്മളെല്ലാം ഞായറാഴ്ച പള്ളി കഴിഞ്ഞ് നേരെ നമ്മൾ റാന്നിക്ക് പോരും. 5 കിലോമീറ്റർ അവിടുന്ന് റാന്നിക്കുണ്ട്. അവിടുന്ന് നമ്മൾ 2 കിലോമീറ്ററൂടെ ഉണ്ട് നമ്മൾ താമസിക്കുന്ന വീട്ടിലെത്താനായിട്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ വന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ അപ്പുറം പറമ്പിലൊക്കെ വീടിനടുത്തുള്ള പറമ്പിലൊക്കെ പോയിട്ട്, നമ്മുടെ പറമ്പിലൊക്കെ പോയിട്ട് ഞങ്ങൾ വരുള്ളൂ. അപ്പോൾ ഇന്ന് ഇച്ചിരി താമസിച്ചു, എക്സാം ആയിരുന്നുകൊണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റാന്നിക്ക് പോന്നു. ചില ദിവസങ്ങൾ ഞങ്ങൾ ഞായറാഴ്ചകളിൽ റാന്നി വന്നെങ്കിൽ കാപ്പി കുടിക്കുകയോ അല്ലെങ്കിൽ ചോറോ കഴിക്കുകയോ ചെയ്തിട്ട് പിന്നെ വീട്ടിലേക്ക് പോകുക. ചിലപ്പോൾ ഉച്ചയാവും, നമ്മൾ മടുക്കുമല്ലോ. ചില ദിവസം നമ്മളൊന്നും ഉണ്ടാക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. രാവിലത്തെ കാപ്പി മാത്രം നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ പിള്ളേർക്കും കൊടുത്ത് നമ്മളും കഴിച്ച് നമ്മളങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇതുപോലെ നമ്മൾ അത്യാവശ്യം ചോറും ഒക്കെ വെച്ചിട്ടുണ്ട്. കാപ്പിയൊക്കെ ഞങ്ങൾ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ റാന്നിയിലെത്തി. അപ്പോൾ ഇച്ചിരി അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണേ. അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ ഇത് റാന്നിയിലെത്തി. എന്നിട്ട് റോജാൻ ഇത് ബേക്കറിയിലേക്ക് പോയതാണ്. അപ്പോൾ ഇവർക്ക് സ്നാക്സ് കൊടുത്ത് വിടാനും ഒക്കെ മേടിക്കാനായിട്ട് നമ്മൾ ഒന്നും കഴിച്ചില്ല. നമ്മൾ രാവിലെ കാപ്പി കുടിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. 9-നായിരുന്നു കുർബാന. അത് കഴിഞ്ഞ് പിള്ളേരുടെ സൺഡേ സ്കൂൾ പരീക്ഷയും കഴിഞ്ഞിട്ട് ആണ് നമ്മൾ പോകുന്നത്. ഇനി ചോറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്ന് നമ്മൾ ചോറൊക്കെ ഉണ്ണും. പിന്നെ എന്താ പറയുന്നത്, എന്തുവാടാ, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നൊരു കുഞ്ഞ് ഞായറാഴ്ച, ഒരു കുഞ്ഞ് സൺഡേയിലെ ഒരു പരിപാടി ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇവിടെ വെച്ച് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു. അതുവരെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.